ഇനി ഞാൻ എന്ത് ചെയ്യും? നിരഞ്ജന ഇവിടെ ഇല്ല. ഞാൻ ഇവിടെ ചെന്ന് എന്റെ മുഖം ഒളിപ്പിക്കും. എല്ലാം അവസാനിച്ചല്ലോ എന്റെ ദൈവമേ. മരിച്ചാലും സുധിക്ക് മുമ്പിലേക്ക് ഞാൻ പോവില്ല. வணக்கம் சார். വണക്കം അഴകശ. സാറ് വരതാ യാരും சொல்லவே ഇല്ലേ? ടിക്കറ്റ് പെട്ടെന്ന് ഓക്കെ. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. എത്ര രൂപയായി? ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ സാർ. ശരി. എന്തൊക്കെയുണ്ട് അഴകശ വിശേഷങ്ങൾ? சார் வந்தது நல்லதா போச்சு. இங்க விசேஷங்கள் நிறைய இருக்கு சார். அம்மா அதெல்லாம் சொல்லுவாங்க. இப்ப எனக்கு நிம்மதியா இருக்கு சார். ശരി. എന്റെ പൊന്നു മോനെ, എന്തിനു മോനെ നീ കരയുന്ന? നീ ഇങ്ങനെ കരഞ്ഞ അമ്മ എന്ത് ചെയ്യും? അമ്മ പോവാ മോനെ. എന്റെ മോനിങ്ങനെ കരയില്ല. മോന്റെ അച്ഛൻ വന്നു. ഇനി നമ്മളെ കാണില്ലട. അവസാനമായിട്ട് അമ്മ നിന്നെ കാണുക. നിന്നെ വിട്ടു പോയ അമ്മയ്ക്ക് മനസ്സമാധാനം കാണൂ. അമ്മയുടെ പേടി എങ്ങനെയായി പോയി മോനെ. അമ്മയ്ക്ക് സങ്കടമില്ല. ഇത്രയും നാളെങ്കിലും അമ്മയ്ക്ക് മോന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞല്ലോ. അമ്മയ്ക്ക് ജീവിക്കാൻ ആ ഓർമ്മകൾ മാത്രം മതി. നീ ഇങ്ങനെ കരയല്ലേ മോനെ. ഇങ്ങനെ കരഞ്ഞ ഞാൻ എന്ത് ചെയ്യും? പോകാൻ അമ്മയ്ക്ക് മനസ്സ് തരുന്നില്ല. ഒരല്പസാവകാശം പോലെ അമ്മയ്ക്ക് കിട്ടാതെ പോയി. ഇനി അമ്മ ഇവിടെ നിന്നാൽ ആപത്ത. കാര്യമില്ല മോനെ. നിന്റെ അച്ഛനിപ്പ വരും. നിരഞ്ജന, നിരഞ്ജന, നിരഞ്ജന ഇവിടെ ഇല്ലേ അഴകശ? ഒരു വണ്ടി വന്ന് നിന്നിട്ട് അവൾ അറിഞ്ഞില്ലേ? அம்மா பேங்குக்கு போறது பார்த்துட்டு தான் நான் தோட்டத்துக்கு போனது. தோட்டத்தில் நின்னப்போ ஒரு வண்டி சப்தம் கேட்டுச்சு. அது அம்மான்னு தான் நான் நினைச்சேன். നിരഞ്ജന, ഇവിടെ ആരും ഉള്ള ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ஆலிஸ் கிச்சன்ல இருக்கும் சார். குழந்தை ரூமில் இருக்கு. മോൻ കരയുന്നുണ്ടല്ലോ. അപ്പൊ നിരഞ്ജന ഇതുവരെ വന്നു കാണില്ല. ஆலிஸ் எப்பவும் கூட இருப்பா சார். ഞാനൊന്ന് നോക്കിയിട്ട് വരാം. சரிங்க. അയ്യോടാ, കരയല്ലേ? കരയല്ലേടാ. അച്ഛനിങ് വന്നില്ലേ? കുഞ്ഞിനെ തനിച്ച് കിടത്തിയിട്ട് ആലീസ് എവിടെ പോയിരിക്കുക? ആലീസ് കിച്ചണിൽ ഇരുപ്പാ. ഓ വേണ്ടടാ. കുഞ്ഞുണർന്ന് കരയുന്നൊന്നും അവളുടെ കാതിൽ കയറിയില്ലേ? ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ല അവൾക്ക്. അവൾക്ക് വേല ജാസ്തിയായിരിക്കും സാർ. കുഴந்தை அழுதா அவ ஓடி வருவா சார். அழ சப்தம் கேட்டிருக்க மாட்டா சார். பாவம் பொண்ணு சார் அவ. ഒന്ന് പോയി വിളിച്ചോണ്ട് വാടാ അവളെ. ദോ കൂട്ടിട്ട് വരാ സാർ. ഓ കരയില്ലേ? കരയില്ലടാ മോനെ. അച്ഛനിങ്ങ് വന്നില്ലേ?
ഓ ഓ എന്തോടാ ഒരു ഉമ്മതാ കുഞ്ഞുവാവ കരയില്ലടാ. ഓ ഓ ഓ ഓ ഓ കരയാതടാ. ഓ നീ ആലിസമ്മയെ കാണാത്തോണ്ടാണോ കരയുന്നേ? ഇപ്പൊ വരും കേട്ടോ. എന്താ ആലീസേ? മാഡം വേഗം ഒന്ന് വീട്ടിലേക്ക് വരുമോ? എന്തുപറ്റി? അത് അപ്പച്ചൻ മരിച്ചു. അയ്യോ, ചെറിയപ്പൻ വണ്ടിയായിട്ട് വന്നു. ഞാൻ പോവായി മാഡം. ഞാൻ വരാതെ പോവാനോ? ആലിസ് അവിടെ നിൽക്ക്. ദേ ഞാൻ കാറ് കയറി കഴിഞ്ഞു. ആനി ബോധം കെട്ട് വീണ് ഹോസ്പിറ്റലിലാണ് മാഡം. എനിക്ക് നിൽക്കാൻ പറ്റില്ല മാഡം. അഴകേശനെ നോക്കിയിട്ട് ഇവിടെ എങ്ങും കാണുന്നില്ല. മോൻ മാത്രമേ വീട്ടിലുള്ളൂ. മാഡം വേഗം ഒന്ന് വീട്ടിലേക്ക് വാ. മോനെ തനിച്ചാക്കി പോവില്ലേ ആലിസേ? ഞാനിപ്പോൾ അങ്ങെത്തും. എന്നിട്ട് ഞാൻ കൂടെ ആലിസിന്റെ കൂടെ വരാം. എനിക്കിവിടുന്ന് ഒരു 10 മിനിറ്റ് മതി. മാഡം വേഗം ഒന്ന് വാ. ഞാൻ ചെറിയപ്പൻ്റെ കൂടെ വണ്ടി കയറി കഴിഞ്ഞു. ഹലോ ആലിസേ, ഹലോ. കട്ടായാലോ. വണ്ടി എടുക്ക. അച്ഛൻ വന്നപ്പോ നിന്റെ കരച്ചിലൊക്കെ നിന്നല്ലോ. നീ അങ്ങ് വളർന്നു പോയോടാ. അച്ഛനെ നിനക്ക് മനസ്സിലായോ? ഓ എവിടെ അവള്? ഒളിച്ചു നിൽക്കാതെ മുമ്പിലോട്ട് വരാൻ പറ. അവളെയും ഗംഗയും കാണല്ലേ സാർ? ആലിസിനെ കാണുന്നില്ലെന്നോ? പിന്നെ അവൾ എവിടെ പോയി? ആ തുണി അലക്കുന്നിടത്ത് ചെന്ന് നോക്ക്. കിച്ചണിലെയും പിൻപക്കത്തിലെയും എല്ലായിടത്തിലെയും പാത്തേ സാർ. അവ എങ്ക ഇല്ല സാർ. ഇനി തോട്ടത്തിലേക്ക് എങ്ങനെ പോയതാണോ? அவ வீட்டை விட்டு வெளியே எங்கும் போக மாட்டா சார். எனக்கு இன்னும் பயமா இருக்கு சார். சார் நீங்க வரதுக்கு முன்னாடி ஒரு வண்டி சப்தம் கேட்டுச்சு. அந்த வண்டி ആ വണ്ടി ഏതാണെന്ന് അഴകേശ ശ്രദ്ധിച്ചായിരുന്നോ? இல்ல சார், வண்டி என்ன பார்க்கல சார். அம்மா திரும்பி வந்துட்டாங்கன்னு நான் நினைச்சேன். എങ്കിൽ പിന്നെ ആലീസ് എവിടെ? ஆலீஸுக்கு ஏதாவது ஆயிருக்குமோன்னு எனக்கு சந்தேகமா இருக்கு சார். എന്താ അസംബന്ധ അഴകേശൻ ഈ പറയുന്നത്? അവളെ ആരെ ഭയപ്പെടുത്താനാ? അഴകേശൻ പുറത്തൊക്കെ നോക്ക്. പേരെടുത്തൊന്ന് ഉറക്കെ വിളിക്ക്. അവൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. റൂമിനകത്തൊക്കെ ഞാൻ നോക്കാം. சரிங்க சார். ആലീസേ, ഒരു ചായ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നില്ലേ? ഇത് കേരളമല്ല, തമിഴ്നാടാ സാറേ. കൊഞ്ചം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മോളെവിടെ? അവള് പ്രിയയുടെ മുറിയിലേക്ക് പോയി. അർച്ചനയാണല്ലോ. ഹലോ അർച്ചന. സർ. എന്താ അർച്ചന? സർ, സുധി തീരെ പ്രതീക്ഷിക്കാതെ കയറി വന്നു. അയ്യോ, എന്നിട്ട്? എന്താ ഫൈസി? സുധി വന്നെന്ന്. അയ്യോ ദൈവമേ. അർച്ചന ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ മൂന്നാർ ടൗണിലുണ്ട് സർ. കിട്ടുന്ന വണ്ടി കയറി വേഗം സ്ഥലം വിടാൻ നോക്ക്. എപ്പോഴും അടിമാലിയിലേക്ക് ബസ്സുണ്ട്. അവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള ബസ്സും കിട്ടും. താൻ ടെൻഷൻ ആവണ്ട. എന്റെ സങ്കടം അതൊന്നുമല്ല സർ. നിരഞ്ജനെ എന്ത് കരുതും? ഞാൻ കുഞ്ഞിനെ തനിച്ചാക്കി പോയിന്നല്ലേ അവർ കരുതും. സുധി കുഞ്ഞിന്റെ അടുത്ത് എത്തിയിട്ടല്ലേ അർച്ചന ഇറങ്ങിയത്. നിരഞ്ജനെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അർച്ചന വിഷമിക്കണ്ട. ഞാൻ നന്ദി കെട്ടവളെന്ന് തന്നെ കരുതും. അവൾ ഇനി അർച്ചനയെ കാണുന്നില്ലല്ലോ. ഈ കാര്യത്തിൽ അർച്ചനയ്ക്കിനി ഒരു കുറ്റബോധവും വേണ്ട. അർച്ചന, ഞാനും സ്നേഹയും മോളും ഇപ്പോ കന്യാകുമാരിയില്ല. പിന്നെ അർച്ചന ഇപ്പൊ തിരിച്ചാലും രാത്രിയിലല്ലേ നാട്ടിലെത്താൻ പറ്റൂ. വെളുക്കുന്നത് വരെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കണ്ടേ? അതൊന്നും സാരമില്ല സർ. പിന്നെ എന്റെ വീട്ടിലേക്ക് വരാൻ നിരഞ്ജന വഴി ചോദിച്ചു വരും. അതൊക്കെ വേണ്ട വിധം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അർച്ചന വേഗം തിരുവനന്തപുരത്തേക്ക് ബസ് ഉണ്ടോ നോക്ക്. ശരി സർ. നമ്മൾ പേടിച്ച് തന്നെ സംഭവിച്ചു. എന്തായാലും അർച്ചനയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. ചായ വന്നും തോന്നുന്നു. അഴകേശ, ദൈവമേ, വാതിലും അടയ്ക്കാതെയാണല്ലോ അവള് പോയത്. അഴകേശ,
അഴകേശ, സുധി, ദൈവമേ, സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. ഞാൻ ഇവിടെ വരുമ്പോ ആലീസും ഇല്ല അഴകേശനും ഇല്ല. വാതിലാണെങ്കിൽ തുറന്നു കിടക്കുക. മോൻ റൂമിൽ കിടന്ന് കരയുന്നു. എന്താ നിരഞ്ജന ഇത്? എവിടെ നിന്റെ ആലീസ്? അത് ഞാനിന്ന് ബാങ്കിലേക്ക് പോയതാ സുധി. ആലീസിന്റെ അപ്പച്ചൻ മരിച്ചെന്ന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. അമ്മ, വണ്ടിയുമായി അവളുടെ ചെറിയപ്പം വന്നത്രേ. എന്റെ കുഞ്ഞിനെ തനിച്ചാക്കി ഞാൻ വരുന്നതിന് മുമ്പ് അവള് പോയി. കൊള്ളാം. അവളെയാണോ താൻ തലേ ചുമന്ന് നടന്നത്? വാതിൽ പോലും അടയ്ക്കാതെ അവള് പോയത്. അല്ല, അഴകേശൻ എവിടായിരുന്നു? நான் வேலைக்காரன் கூட தோட்டத்தில் இருந்தம்மா. ஒரு வண்டி சப்தம் கேட்டுச்சு. திரும்பவும் வேறொரு வண்டி சப்தம் கேட்டுச்சு. அப்பதான் நான் வந்தேன். அது சாருமா. അഴകേശൻ പോയി തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കാം. சரிம்மா. അവള് കാണിച്ചത് തീരെ ശരിയായില്ല. അവള് പോയി വൈകാതെ ഞാൻ എത്തിയില്ലെങ്കിലോ ശത്രുക്കളെ ചുറ്റുമുള്ളൂ. ആരെങ്കിലും നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത് കടന്നു കളഞ്ഞെങ്കിലോ അവള് സമാധാനം പറയൂ? ഞാൻ വരുന്നത് വരെ അവള് കാത്തു നിൽക്കണ്ട. അഴകേശനെ വിളിച്ച് കുഞ്ഞിനെ ഏൽപ്പിക്കായിരുന്നല്ലോ. മരിച്ചുപോയത് രോഗിയായ ഒരാളല്ലേ? അതുപോലെയാണോ ഒരു കുഞ്ഞ്? നന്ദികേട് തന്നെ അവൾ എന്നോട് കാണിച്ചത്. സെർവന്റിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. അവൾക്ക് ആരുമല്ല ഈ കുഞ്ഞ്. പിന്നെ എന്തിനാ അവൾ നിരഞ്ജനയുടെ വരവൻ കാത്തു നിൽക്കണം? അല്ല, അവൾക്ക് ശമ്പളം വല്ലതും കൊടുക്കാനുണ്ടോ? കണക്ക് നോക്കിയാ അവൾ ഇങ്ങോട്ട് തരണം. പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ. അവളെ അങ്ങനെ വെറുതെ വിടില്ല ഞാൻ. അവളുടെ മുഖത്ത് നോക്കി എനിക്കിത് ചോദിക്കണം. അവൾ ചെയ്തത് കൊടും ക്രൂരതയാ. വിടില്ല ഞാൻ അവളെ. പൈസയെ വിളിച്ച് താൻ വിവരം ഒന്ന് പറഞ്ഞേക്ക്. കൊണ്ടുവന്ന് നിർത്തിയ സെർവന്റിന്റെ മഹത്വം അവനൊന്ന് അറിയട്ടെ. സുധി ഒന്ന് സമാധാനപ്പെട്. ഞാൻ ചായ എടുക്കാം. ശരി. ഓ ഓ ഓ ഉറങ്ങിക്കോട്ടോ. ചക്കര കുട്ടൻ ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. സുധി, മോൻ ഉറങ്ങിയല്ലേ? അല്ല, ഡ്രസ് പോലും ചേഞ്ച് ചെയ്യാതെ സുധി എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല. മോൻ സുധിയുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിയല്ലോ. ഞാൻ കരുതി അവൻ സുധിയുടെ മുഖം മറന്നിട്ടുണ്ടാവുമെന്ന്. ആദ്യം കുറച്ച് കരഞ്ഞു. എങ്കിലും അവൻ എന്നെ തിരിച്ചറിഞ്ഞു. ആ, സുധി അന്ന് കണ്ടതിനേക്കാൾ അവന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടല്ലേ? പിന്നെ മാറ്റം വരാതെ? ചോറൂണൊക്കെ കഴിഞ്ഞതല്ലേ? സുധി ഇത്ര പെട്ടെന്ന് വരുമെന്ന് അറിഞ്ഞെങ്കിൽ ചോറൂണ് തീയതി ഞാൻ മാറ്റിവെച്ചേനെ. വരുമെന്ന് പറയുന്നതല്ലാതെ വ്യക്തമായ ഒരു മറുപടി സുധി തന്നില്ലല്ലോ. അച്ഛൻ നിർബന്ധിച്ചപ്പം അത് നടക്കട്ടെ ഞാനും കരുതി. ചോറൂണ് നടത്തിയ അവന്റെ വായിൽ അന്നം തൊടാലോ. അതെന്തായാലും നന്നായി. അച്ഛൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയല്ലോ. അതും പെരുമ്പടപ്പ് കുലദേവതയുടെ മുന്നിൽ കൊണ്ടുവച്ച്. സുധി അതിൽ സന്തോഷം കാണുന്നുണ്ടല്ലേ? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? എന്തൊക്കെയായിരുന്നു അച്ഛന്റെ വെല്ലുവിളി. ഒടുവിൽ അച്ഛൻ ആരുമല്ലാത്ത അനാഥ കുഞ്ഞുമായി കുടുംബക്ഷേത്രത്തിൽ ചെന്ന് കയറിയില്ലേ? അച്ഛൻ അങ്ങനെ ഒരു മനസ്സ് വരാൻ കാരണം എന്താ? സുധി അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പെരുമ്പടപ്പ് വിശ്വനാഥന്റെ മറ്റൊരടവാണ് ഈ കീഴടങ്ങലെന്ന് മനസ്സിലാകാതിരിക്കാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല ഞാൻ. നമ്മുടെ ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള അച്ഛന്റെ തന്ത്രമാണിത്. നമുക്ക് രണ്ടുപേർക്കും ഒരു തകരാറും ഇല്ലെന്നുള്ള വിശ്വാസത്തിൽ അച്ഛനും അമ്മയും നമ്മളെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം തന്നെയാ പിന്നിൽ. പിന്നെ വരുന്നതിനെ പറ്റി സുധിക്കൊരു സൂചനയെങ്കിലും തരായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള വരവാണെങ്കിൽ കാത്തിരിക്കാൻ അതിനൊരു സുഖമുണ്ടായിരുന്നു. ഇതിപ്പോ ഒരു വർഷം പോലും തികഞ്ഞില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോ അവിടെ നിൽക്കാൻ തോന്നിയില്ല. എന്നെ വിശ്വസിച്ച് ഒരു കുഞ്ഞുമായി ഇറങ്ങി പുറപ്പെട്ടവളല്ലേ നിരഞ്ജന. ഇന്ന് തന്നെ ഞാൻ എത്താതിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? അടുത്തൊന്നും ആലീസിനെ പ്രതീക്ഷിക്കേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഞാൻ ഓരോരോ കടമ്പകൾ മറികടന്നത് ഓരോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടായിരുന്നു. ആദ്യം ഭാമിനി ആന്റി വന്നു. അവർ തലവേദനകൾ മാത്രം തന്നപ്പോഴേക്കും ആലീസ് എത്തി. അവൾ പോയപ്പോൾ സുധിയും. ഇനിയും ഇങ്ങനൊക്കെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ. പണിയൊന്നും തീർക്കാതെ ആലീസ് പോയത്. ഇന്ന് താൻ കിച്ചണിലൊന്ന് കയറണ്ട. ഭക്ഷണം നമുക്ക് ടൗണിൽ പോയി കഴിക്കാം. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും മോനോണൊരു
വിശ്വേട്ടാ, ആ സുധി തിരിച്ചു വന്നു. അവനിപ്പോ റോസ്ലി ബംഗ്ലാവിലുണ്ട്. നീ എങ്ങനെ അറിഞ്ഞു? ഇപ്പൊ നിരഞ്ജനെ വിളിച്ചു പറഞ്ഞു. ഒരറിയിപ്പും കൂടാതെ അവൻ വന്നത്. ദൈവമേ, എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. വരാൻ എത്ര തവണ ഞാൻ അവനോട് കെഞ്ചി പറഞ്ഞാന്നറിയോ? വേറെ എന്തെങ്കിലും അവള് പറഞ്ഞോ? ഇല്ല, അവൻ വന്ന ഉടനെ അവൾ എന്നെ വിളിച്ചത്. വൈകിട്ട് വീണ്ടും വിളിക്കാന്ന് പറഞ്ഞു. എന്തായാലും അവനൊന്ന് വന്നല്ലോ. വിശ്വട്ടൻ ഡ്രസ്സ് മാറി വാ, ഞാൻ ചായ എടുക്കാം. ആ ഹലോ. ഹലോ സർ. സർ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അർച്ചന, നീ ഇപ്പൊ എവിടെ ഉണ്ട്? സാർ പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചു. ബുദ്ധിമുട്ടിയാണെങ്കിലും സുധിയുടെ കണ്ണിപ്പെടാതെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് നീ ഇപ്പൊ എവിടെയാ? ഞാൻ മൂന്നാർ ബസ് സ്റ്റാൻഡിനടുത്തുണ്ട്. ഉടനെ ഒരു ബസ് തിരുവനന്തപുരത്തേക്കുണ്ട്. ഞാൻ അതിൽ കയറും. അപ്പോ നീ അവിടെ എത്തുമ്പോ രാത്രിയാവില്ലേ? രാത്രി കുറെ വൈകിയ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലെത്തും. ഞാൻ അവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാം. രാവിലെ പുനലൂരിലേക്ക് ബസ് കിട്ടും. ഞാൻ അതിൽ കയറി പൊയ്ക്കോളാം. അത് വേണ്ട, നീ ആ വണ്ടി തിരുവനന്തപുരത്തേക്ക് വാ. പക്ഷെ അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു രാത്രി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ പോരെ. ആ സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് നേരം വെളുപ്പിക്കാൻ പാടില്ല. അതൊന്നും കുഴപ്പമില്ല സർ. കുഴപ്പമുണ്ട്. നിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയുന്നത് നീ ഇപ്പൊ അനുസരിച്ചാൽ മതി. ആ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കുക. വണ്ടി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നീ എന്നെ വിളിക്കുക. ബസ് സ്റ്റേഷന് പുറത്ത് ഞാനുണ്ടാവും. കേൾക്കുന്നുണ്ടോ? എന്നാ ഫോൺ വെച്ച്. ഇറങ്ങാം, അവരൊക്കെ റെഡിയായി കഴിഞ്ഞു. നിരഞ്ജനെ വിളിച്ച് അർച്ചനയെ രൂക്ഷമായിട്ട് വിമർശിച്ചു. ആലീസിന്റെ അപ്പച്ചൻ മരിച്ചതിലല്ല, അവളുടെ കുഞ്ഞിനെ ഇട്ടിട്ട് പോയതില്ല പഴി. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. മറിച്ചൊരു സംശയം നിരഞ്ജനയ്ക്ക് തോന്നാതിരുന്നാ പോരെ. സുധി വരുന്നതിന് മുമ്പ് ഒരു വണ്ടി വന്ന് പോയ വെച്ച തോട്ടത്തിൽ നിന്ന് മഴകേശം കേട്ടത്ര. അർച്ചനയുടെ വാദം ബലപ്പെടുത്തിയത് അതാ. ആ സമയത്ത് അവിടെ വന്നതാരാ? ആ പരിസരത്തൊന്നും വേറെ താമസക്കാരൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് അതുവഴി പോലീസ് വന്ന് പോകാറുണ്ട്. അങ്ങനെ പോലീസ് ജീപ്പ് വന്നതാവും. എന്തായാലും നിരഞ്ജൻ അത് വിശ്വസിച്ചു. പിന്നെ ആലീസിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. സുധിയേം കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ പ്ലാൻ. നമ്മളും കൂടി ചെന്നിട്ട് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിരഞ്ജൻ അതങ്ങ് മറക്കും. ആ, ഫൈസി വാ, എല്ലാരും റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാം. അമ്മയുടെ വാക്ക് ഞാൻ കേട്ടില്ലെന്ന് വേണ്ട. നിനക്ക് ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു മനസ്സ് വന്നല്ലോ മോനെ. നിരഞ്ജനെ വിളിച്ചിരുന്നു. ആലീസ് പോയെന്നറിഞ്ഞു. ഈ സമയം നീ വരാതിരുന്നെങ്കിൽ നിരഞ്ജന തളർന്നു പോയനെ. നിന്നെ ഒന്ന് കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. എപ്പോഴാ നീ ഇങ്ങോട്ട് വരുന്നേ? വേഗം ഞാൻ വരാമേ. ഈ സമയം അങ്ങോട്ട് വരാനുള്ള സാഹചര്യം അല്ല ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ അങ്ങോട്ട് വന്നേനെ. ഒന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. അമ്മ വെച്ചോ, സമയം ഒരുപാടായില്ലേ? ശരി മോനെ. എന്താ സുധി പറയുന്നേ? അവൻ ഇങ്ങോട്ട് വരാന്ന്. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്ന് കാണേണ്ടി വരും. ഇനി എന്താ അവന്റെ പ്ലാൻ എന്നറിയില്ലല്ലോ. എന്തായാലും ഇങ്ങോട്ട് അവളെയും കുഞ്ഞിനെയും കൊണ്ട് അടുത്ത കാലത്തൊന്നും അവൻ വരത്തില്ല. 11:30 മണിയായി. വിശ്വട്ടൻ കിടക്കുന്നില്ലേ? ആ, നീ ചെന്ന് കിടക്ക്. രാത്രി വണ്ടിക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അയാളെ പിക്ക് ചെയ്ത് ഹോട്ടലിലെത്തിക്കണം. അതിന് വിശ്വട്ടൻ തന്നെ പോണോ? ഡ്രൈവറെ അയച്ചാ പോരെ? പോരാ, അങ്ങനെ അവഗണിച്ച് കളയേണ്ട ഒരാളല്ല. നേരിട്ട് ചെന്ന് തന്നെ സ്വീകരിക്കണം. അപ്പൊ രാത്രി വിശ്വട്ടനെ പ്രതീക്ഷിക്കണ്ടേ? ഹോട്ടലിൽ എത്തിച്ചിട്ട് ഞാൻ വരും.